മുംബൈ പോർട്ട് വന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് മഹാരാഷ്ട്ര സാമ്പത്തികമായി മെച്ചപ്പെട്ടത്. മഹാരാഷ്ട്ര ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായി മാറിയത്. അതിനേക്കാൾ പൊട്ടൻഷ്യലുള്ള പോർട്ടാണ് വിഴിഞ്ഞത്ത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രധാനമന്ത്രി വിഴിഞ്ഞത്തെയും തിരുവനന്തപുരത്തെയും ഫോക്കസ് ചെയ്യുന്നുണ്ട്. അതിലൂടെ തെക്കേ ഇന്ത്യയുടെ സാമ്പത്തിക തലസ്ഥാനമായിട്ട് തിരുവനന്തപുരം മാറും. ധാരാളം തൊഴിലവസരങ്ങൾ വരും. ധാരാളം പണം തിരുവനന്തപുരത്തെ വിവിധ മേഖലകളിൽ ഒഴുകും. സാമ്പത്തികമായി കോർപ്പറേഷനും മെച്ചപ്പെടും. നമ്മുടെ നഗരത്തിലെ ജനങ്ങൾ മെച്ചപ്പെടും. നിങ്ങൾ ഉൾപ്പെടുന്ന ചെറുപ്പക്കാർക്ക് കൈ നിറയെ ശമ്പളത്തിന് തിരുവനന്തപുരത്ത് ജോലി കിട്ടും. 2, ബാംഗ്ലൂരിനേക്കാളും ഹൈദരാബാദിനേക്കാളും IT ഡെവലപ്മെൻറ്റ് ഏറ്റവും സാധ്യത തിരുവനന്തപുരത്താണ്. 5 വർഷം കൊണ്ട് ഇന്ത്യയിലെ ഒന്നാമത്തെ IT നഗരമായി തിരുവനന്തപുരം മാറുന്നതോടെ ഇവിടുത്തെ ചെറുപ്പക്കാർക്കും ഇവിടുത്തെ എല്ലാ മേഖലയിൽപ്പെട്ട IT ഫീൽഡ്, ടെക്നോ പാർക്ക്, സയൻറ്റിസ്റ്റുകൾ മാത്രമല്ലല്ലോ ജോലി ചെയ്യുന്നത്. ഡ്രൈവർമാരുണ്ട്, സ്വീപ്പർമാരുണ്ട്, ഹോട്ടലുകളുണ്ട്. ഇവർക്കൊക്കെ ജോലി ലഭിക്കും. തിരുവനന്തപുരം പത്മനാഭസ്വാമി ക്ഷേത്രം, ആറ്റുകാൽ ക്ഷേത്രം, ഭീമാപള്ളി, വെട്ടുകാട് പള്ളി ഇവയെ ഏകോപിപ്പിച്ചുകൊണ്ട് പിൽഗ്രിം ടൂറിസം ഞങ്ങൾ മെച്ചപ്പെടുത്തും. അതിലൂടെ ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും ലക്ഷക്കണക്കിന് ടൂറിസ്റ്റുകൾ തിരുവനന്തപുരത്ത് വരുമ്പോൾ പിൽഗ്രിം ടൂറിസത്തിന് നിങ്ങൾ കോർപ്പറേഷൻ അധികാരത്തിൽ വരണമെന്നില്ലല്ലോ. ഞാൻ പറയട്ടെ, കോർപ്പറേഷൻ ഇനിഷ്യേറ്റീവ് എടുത്തുകൊണ്ട് കേന്ദ്ര കൾച്ചറൽ ടൂറിസം മിനിസ്ട്രിയുമായിട്ട് ഞങ്ങൾ ടൈപ്പ് ഉണ്ടായിക്കൊണ്ട് ഞങ്ങൾ പരിശ്രമം നടത്തും. കേന്ദ്ര ഗവൺമെന്റ് അത് അംഗീകരിക്കും. അതോടുകൂടി ലക്ഷക്കണക്കിന് സഞ്ചാരികൾ ഇവിടെ വരുമ്പോൾ അവർ പണം ചെലവഴിക്കും, നമ്മുടെ കൾച്ചർ പ്രൊമോട്ട് ചെയ്യും. അതോടൊപ്പം തന്നെ തൊഴിലവസരം കൊണ്ട് ഒറ്റ പോയിന്റ് പറഞ്ഞ് അവസാനിപ്പിക്കാം. നമ്മുടെ നാട്ടിൽ 5 ലക്ഷം രൂപ മുതൽ 7 ലക്ഷം രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന കാർഡിയാക് സർജറി വിദേശ രാജ്യങ്ങൾ 45-50 ലക്ഷം രൂപയാണ്. നമ്മുടെ നാട്ടിൽ 50,000 രൂപയ്ക്ക് ചെയ്യാൻ പറ്റുന്ന ദന്തൽ ട്രീറ്റ്മെന്റ് UK ഉൾപ്പെടെ രാജ്യങ്ങളിൽ 5 ലക്ഷം 10 ലക്ഷം രൂപയാണ്. നമ്മുടെ ശ്രീചിത്ര ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ്, RCC, രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജി, തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്, പൂജപ്പുര പഞ്ചകർമ്മ, ഗവൺമെന്റ് ആയുർവേദ കോളേജ്, കളരി, അതുപോലെ തന്നെ യോഗ ചികിത്സ, ഇതെല്ലാം കൂടി ക്ലബ് ചെയ്തുകൊണ്ട് ഒരു മെഡിക്കൽ ടൂറിസത്തിന്റെ ഹബ്ബായി ട്രിവാൻഡ്രം മാറ്റിക്കഴിഞ്ഞാൽ ഇപ്പോൾ കേരളത്തിൽ ഉൾപ്പെടെ US, അമേരിക്കയിൽ മയോ ക്ലിനിക്കിലേക്ക് ചികിത്സിക്കാൻ വേണ്ടി ഒരുപാട് ആൾക്കാർ പോകുന്നുണ്ട്. അതുപോലെ കാർഡിയാക് സർജറിക്കും ദന്തൽ ട്രീറ്റ്മെന്റിനും ലോകത്തിന്റെ പല ഭാഗത്തുനിന്നും രോഗികൾ തിരുവനന്തപുരത്തേക്ക് ഒഴുകിയിറങ്ങുമ്പോൾ തിരുവനന്തപുരത്ത് അവർ പണം സ്പെൻഡ് ചെയ്യും. തിരുവനന്തപുരത്ത് സമസ്ത മേഖലയിൽ ഈ പണം ഒഴുകും. അപ്പോൾ തിരുവനന്തപുരത്ത് ധാരാളം ജോലി വേക്കൻസിയും വരും. അതോടൊപ്പം തന്നെ പണവും ഉണ്ടാകും. ഞാൻ പറയട്ടെ, ഇവരൊക്കെ വരണമെന്നുണ്ടെങ്കിൽ അടിസ്ഥാന പ്രശ്നങ്ങളായ തെരുവുനായ ശല്യം പരിഹരിക്കണം, മാലിന്യ പ്രശ്നം പരിഹരിക്കണം. ടൂറിസം എന്തുകൊണ്ടാണ് തകരുന്നത്? ഒരു പട്ടി ഓടിക്കാൻ ആരും ഇങ്ങോട്ട് വരില്ല.